നല്ല മഴ, രാവിലെ തന്നെ മഴയാണ്. പുറത്തിറങ്ങാനേ രക്ഷയില്ല കേട്ടോ. നേരത്തെ ആണെങ്കിൽ നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് ഇവിടെ താഴെ കൂടി നല്ല താഴെ കൂടി എയ്റോപ്ലെയിൻ പോയി കേട്ടോ. അത്യാവശ്യം നല്ല താഴെ കൂടി. പക്ഷേ അതെനിക്ക് ഞാൻ വേഗം ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അങ്ങ് പോയി. ഇതിൽ വഴി ഇങ്ങനെ തന്നെയാണ് പോയത്. നന്നായിട്ട് കാണാമായിരുന്നു കേട്ടോ. ജസ്റ്റ് കണ്ട് അപ്പോഴത്തേക്കും കിട്ടിയില്ല. ഞാൻ കണ്ട ഉടനെ ഫോൺ എടുക്കാനായിട്ട് പോയി. ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയി. മഴയും ചെറുതായിട്ട് പൊടിയുന്നതുകൊണ്ടേ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കിട്ടിയില്ല, അങ്ങ് പോയി. ഇടിമിന്നലില്ലാത്തത് ഒരു ഭാഗ്യം. മഴ പിന്നെയും പ്രശ്നമല്ല. ഇവിടെ പിന്നെ നമുക്ക് വെള്ളം നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒത്തിരി വെള്ളത്തിലൊക്കെ നമ്മൾ ഇച്ചാപ്പിയുടെ വേൾഡൊക്കെ കാണുമ്പോൾ, ഇച്ചാപ്പിയുടെ വീട്ടിലൊക്കെ നിറയെ വെള്ളം, ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. എൻ്റെ ആലപ്പുഴ വീട്ടിലും വലിയ കുഴപ്പമില്ല കേട്ടോ. അവിടെ അങ്ങനെ വെള്ളം നിൽക്കില്ല, ഇവിടെ അങ്ങനെ കുഴപ്പമില്ല. വെള്ളം നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ നല്ല കാറ്റുള്ളപ്പോൾ റബ്ബറിൻ്റെ കമ്പ് ഒടിഞ്ഞു വീഴും കേട്ടോ. ഇതാ കണ്ടോ, ഇത് കാറ്റിൽ ഒടിഞ്ഞു വീണതാണ്. ഒരു ചെറിയൊരു കൊല, ഒരു ചെറിയ കുഞ്ഞു കായായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് വീണു. അതിൻ്റെ മുകളിൽ ഒരെണ്ണം നിൽക്കുന്നു. അതും ഇതും ഒരുപോലെ ഉണ്ടായതാണ്. പക്ഷേ ഇവൻ ഒടിഞ്ഞു വീണു. നല്ല കാറ്റ്, ചൂട് സമയത്ത് ഇങ്ങനെ വിളഞ്ഞുണ്ടായോണ്ടായിരിക്കും. ഒരു ബലമില്ല ഇതിന്. ഇനി പക്ഷേ ഇവിടെ വെക്കാനൊക്കെ പാടാണ് കേട്ടോ. റബ്ബർ വലുതായി കഴിഞ്ഞാലേ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചേനയൊക്കെ വളരുമെന്ന് പറയണേക്കാം. ചേന ഇപ്പം കണ്ടോ, വൈകുന്നേരം ആണെങ്കിലും നല്ല ഇരുട്ടായിരിക്കുന്നു കണ്ടോ. അപ്പോൾ അത്രയ്ക്ക് മഴയുമാണ് പുറത്ത്. പൊന്നുവാണെങ്കിൽ ഓഗി എൻ്റെ കോക്രോച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓഗിയുടെയും പിയയുടെയും കാർട്ടൂൺ നല്ല രസമല്ലേ കാണാനത്. മഴയായതുകൊണ്ട് കളിക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ആൾ. അതുകൊണ്ട് ടി വി കണ്ടും ഓരോരോ കളറടിച്ചൊക്കെ അങ്ങനെ സമയം പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ കുഞ്ഞിന്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ ഞങ്ങൾക്ക്. പൊന്നുവിൻ്റെ ഒരു കള്ളത്തരം കണ്ടില്ലേ, ബോൾ തട്ടി പുറത്തിട്ടിട്ട് നമ്മൾ എടുത്ത് കൊടുക്കാൻ പറയും കേട്ടോ. 2-3 പ്രാവശ്യം എടുത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വെച്ച് മതിയാക്കും. പിന്നെ മഴ മാറിയിട്ട് തന്നെ അങ്ങ് എടുക്കാമെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് അത് എടുത്തതാന്നൊക്കെ പറഞ്ഞ് കിണുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഇതാ ഒരു 4-4:30 ആയപ്പോൾ ഞങ്ങൾ ചായ ഇടാൻ പോവാണ്. പൊന്നുകുട്ടന് ചായ കറക്റ്റ് സമയത്ത് ചായയൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഞങ്ങളുടെ ഒരു പ്രധാന പരിപാടിയാണ്. അതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ച് പറഞ്ഞോളൂ. എന്താ ചായ ഇടാൻ വന്നു, ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചൂട് ചായ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതാ അവിടെ പിണക്കമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ സോപ്പിട്ട് കൊണ്ടുവരികയാണ്. ഒരു പിണക്കക്കാരിയാണ്, എന്തിനും എപ്പോഴും ഒരു പിണക്കം മാത്രം. മഴയൊന്ന് ചെറുതായിട്ട് അങ്ങ് കുറഞ്ഞപ്പോൾ ആ കാക്കക്കൂട്ടങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു കുഞ്ഞു കാക്കയാണ്, 2 കുഞ്ഞു കാക്കയാണ്, ഒരെണ്ണം അമ്മ കാക്ക. അതാ അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി അവൻ പുറകെ നിന്ന് നടക്കുകയാണ് കേട്ടോ. പൊന്നുകുട്ടൻ കുറച്ച് ചപ്പാത്തിയൊക്കെ കീറിയിട്ട് കൊടുത്ത് അതും കൊണ്ട് നടക്കുവാണ്. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ കൂട്ടുകാരൻ ലൈക്ക് തരാൻ മറന്നു പോലെ. ബൈ ബൈ, വീണ്ടും കാണാം കേട്ടോ.